നമ്മുടെ എല്ലാം പ്രശ്നം കുറച്ച് ദിവസമായിട്ട് പാറ്റയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി. അവർ 10 കോടി ആൾക്കാർ സംഘടിപ്പിച്ചു പോലും ഇൻസ്റ്റാഗ്രാമിൽ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഈ ബഹളമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കാർന്നവർ നരേന്ദ്രമോദി, പുള്ളി പാറ്റയെ പിടിക്കാനൊന്നും പോകുന്നില്ല. പുള്ളി പെരിച്ചാഴിയെ പിടിക്കാനാണ് തീരുമാനം. കാരണം ഈ പെരിച്ചാഴിയാണല്ലോ അവിടെ എവിടെയൊക്കെ തൊരപ്പൻ എന്നും വിളിക്കും, തൊരപ്പനെലി എന്ന് വിളിക്കുന്നത്. അവിടെ എവിടെയൊക്കെ തുരന്ന് വൃത്തികേടാക്കുകയും ഒക്കെ ചെയ്ത് അതിലാണ് പാറ്റ താമസം തുടങ്ങിയിട്ട് അവിടെ പെരുകിയിട്ട് മാളത്തിൽ നിന്ന് പുറത്ത് വരിക, ശല്യം ചെയ്യുക, പിന്നെ തിരിച്ച് മാളത്തിലേക്ക് കയറുക. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ഹിറ്റ് എന്തെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാലും, ലക്ഷ്മണരേഖ ഒക്കെ വരച്ചു കഴിഞ്ഞാലും പിന്നെയും പാറ്റ ബാക്കിയാണ്. പാറ്റ ജനതാ പാർട്ടിയുടെ അവകാശവാദം അതാണ്. വി ആർ ഗ്രേറ്റസ്റ്റ് സർവൈവേഴ്സ്. അതായത് ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പോലും പിറ്റേ ദിവസം ഈ ഒരു പാറ്റ ഇത് അനൗൺസ് ചെയ്യും, ഇവിടെ ആറ്റം ബോംബ് വീണ് കേട്ടോ. അങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിവുള്ളവരാണ് പാറ്റ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, സർവൈവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷേ ഒന്ന് മലത്തിയിട്ട് കഴിഞ്ഞാൽ കമന്നുകിടക്കാൻ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. മലന്ന് കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നത്. ഇതാണ് പാറ്റയുടെ പ്രകൃതം. എന്തുമായിക്കോട്ടെ, മോദി ഇതിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു, പാറ്റകളുടെ. അപ്പോൾ ഡൽഹിയിൽ ഈ പാറ്റകളുടെയൊക്കെ ഉത്ഭവം പല പല ക്ലബ്ബുകളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒക്കെ ആയിട്ടാണ്. അതിൽ പ്രമുഖമാണ്, ഒരുപക്ഷെ ഏറ്റവും പഴക്കമുള്ളതാണ് ജിംഖാന ക്ലബ്ബ്, നമ്പർ 2 സഫ്ദർജംഗ് റോഡ്. സഫ്ദർജംഗ് റോഡിലെ രണ്ടാമത്തെ വിശാലമായ 27.3 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ക്ലബ്ബാണ് ജിംഖാന ക്ലബ്ബ്. ഒരു പ്രൈവറ്റ് ക്ലബ്ബാണ് കേട്ടോ. 1911 ലട്ടിൻ സാഹിബ് ഡൽഹി പ്ലാൻ ചെയ്ത് നിർമ്മിക്കാൻ തുടങ്ങിയത്. നിർമ്മിക്കാൻ അതിന് മുമ്പേ തുടങ്ങി. 1911 നമ്മുടെ കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിക്ക് മാറ്റി. 1913 ജിംഖാന ക്ലബ്ബ്, അന്നെന്തോ ഇമ്പീരിയൽ ഇന്ത്യൻ ജിംഖാന ക്ലബ്ബ്, അതിലൊന്നും ഇന്ത്യൻസിനെ കയറ്റില്ല. ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് ആർ പ്രിവെൻറ്റഡ്, ഇതായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇത് ഇന്ത്യയിലെ വലിയ മാന്യന്മാർക്ക് അങ്ങ് കൈമാറി. 99 വർഷത്തെ പാട്ടത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് 1928 പാട്ടക്കരാർ എഴുതിയത്. അതനുസരിച്ച് പാട്ടക്കരാർ അടുത്ത വർഷം അവസാനിക്കും, 2027 അവസാനിക്കും, 99 വർഷം വരെ. അപ്പോൾ ഇവിടെ ഈ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. വലിയ പണക്കാർ, അസാമാന്യമായ സ്റ്റാറ്റസ് ഉള്ളവർ, പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, IAS IPSൽ നിന്ന് റിട്ടയർ ചെയ്തവർ, വലിയ ബിസിനസ്സുകാർ, വലിയ രാഷ്ട്രീയക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ മെമ്പറാകാൻ പറ്റുള്ളൂ. നമ്മളത്തെ പോലെ സാധാരണക്കാരനൊന്നും മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഒരു 10-40 വർഷം കഴിഞ്ഞാൽ പോലും ഈ മെമ്പർഷിപ്പ് കിട്ടില്ല. ഇപ്പോൾ ഈ ശ്രേണിയിൽപ്പെട്ട വലിയ മാന്യന്മാർ തന്നെ അപേക്ഷിച്ചിട്ട് 37 വർഷം 40 വർഷമൊക്കെ ആയവരുണ്ട്. ഇതുവരെ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. അത്ര വലിയ ക്യൂ ആണ് അവിടെ മെമ്പറാകാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരു 32 ടെന്നീസ് കോർട്ടുണ്ട് പോലും, 7 ക്ലേ കോർട്ടുണ്ട്. ഇത്രയും ക്ലേ കോർട്ടും ടെന്നീസ് കോർട്ടും ഒന്നും വിംബിൾഡണിൽ പോലും ഇല്ല. വിംബിൾഡണിന് 14 കോർട്ടോ മറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡേവിസ് കപ്പൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴെങ്ങും അല്ല, പണ്ടെന്നോ കളിച്ചിട്ടൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ അവരുടെ ഈ എലൈറ്റ് ആൾക്കാരുടെ കളികളാണല്ലോ. ടെന്നീസ്, ഗോൾഫ്, ഇതുപോലെയൊക്കെയുള്ള സംഗതികൾ. അപ്പോൾ അതിന് ഒരുപാട് സ്ഥലമൊക്കെ വേണം. അങ്ങനെയാണ് ഈ 27-28 ഏക്കറൊക്കെ. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഈ 27 ഏക്കറിന് 27,000 കോടി രൂപ വരും എന്ന് പറയുന്നു. വേറെ കുറച്ച് പേര് 10,000 കോടി രൂപ വിലയിടുന്നു. എന്തുമായിക്കോട്ടെ, 10,000-നും 27,000-നും ഇടയ്ക്ക് വിലയുള്ള പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ മഹാന്മാരൊക്കെ
വൈകുന്നേരം കള്ളു കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ചീട്ട് കളിക്കാനും മറ്റുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ മറ്റും എന്ന് പറയുന്നതിൽ എല്ലാം പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ കൊറോണ കാലത്ത് പോലും ഡൽഹി ജിംഖാന ക്ലബ്ബിൽ മദ്യം കിട്ടുമായിരുന്നു. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ കുടിക്കുന്നൊന്നും അല്ല അവിടെ കിട്ടുന്നത്, എല്ലാം ഇമ്പോർട്ടഡാണ്. അസാമാന്യമായ കാശ് കൊടുക്കണം. മദ്യവും സിഗരറ്റുമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. 2% ആണ് അവർ സ്പോർട്സിന് വേണ്ടി ചിലവാക്കുന്നത്. സ്പോർട്സ് എന്നൊക്കെ അവിടെ എഴുതി വയ്ക്കുന്നുള്ളതല്ലാതെ സ്പോർട്സ് ഒന്നും നടക്കുന്നൊന്നുമില്ല. എന്നാൽ 500-600 ജീവനക്കാരുണ്ട്. അതുകൊണ്ട് ഈ പുൽത്തകിടിയെല്ലാം വെട്ടി നല്ല ക്ലീനാക്കി, നനച്ചും നനയ്ക്കാതെയും മരങ്ങൾ, അത് ഇത് പൂക്കൾ, പുൽത്തകിടികൾ, ഇതൊക്കെ അങ്ങ് റെഡിയാക്കിയൊക്കെ ഇടുക. മുറികളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. എല്ലാം സ്പോട്ട് ക്ലീൻ, ഇറ്റാലിയൻ മാർബിൾ, ഇത് ഭയങ്കര പോഷ്, വിക്ടോറിയൻ മാതൃകയിലുള്ള കെട്ടിടം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ LNDO, ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അവർ കൂളായിട്ട് ഒരു നോട്ടീസ് കൊടുത്തു. ജൂൺ 5 ഈ പ്രിമൈസ് വെക്കേറ്റ് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന് സറണ്ടർ ചെയ്യണം. ഈ സ്ഥലം സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആവശ്യത്തിന്, ഒരു പബ്ലിക് ആവശ്യത്തിന് സർക്കാരിന് വേണമെന്ന് തോന്നിയതിനാൽ ഈ സ്ഥലം സർക്കാർ തിരിച്ചെടുക്കുകയാണ്. ജൂൺ 5 മാക്സിമം അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. അതിൽ സംഭവം വലിയ കുഴപ്പമായി. ഈ തമ്പുരാക്കന്മാരെയൊക്കെ ആര് ഇറക്കാനാണ്? നിങ്ങൾക്കറിയാം, ഇന്ത്യ മൊത്തം ഇതുപോലത്തെ ക്ലബ്ബുകളുണ്ട്. കേരളത്തിലുണ്ട് ഒരു ഗോൾഫ് ക്ലബ്ബ്. കുറച്ച് വർഷം മുമ്പ് ഗോൾഫ് ക്ലബ്ബ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ബഹളമൊക്കെ നടന്നതാണ്. ഏറ്റെടുക്കാൻ പറ്റിയില്ല സർക്കാരിന്. കാരണം അത്ര വലിയ കട്ടയാന്മാരാണ്. മദ്രാസിൽ ഇതുപോലത്തെ ക്ലബ്ബുണ്ട്. ബാംഗ്ലൂരിൽ തുംകൂർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുണ്ട്. അതുകൂടാതെ ബാംഗ്ലൂർ ക്ലബ്ബും ഉണ്ടെന്നോ, ബാംഗ്ലൂർ ജിംഖാന ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശാലമായ പ്രോപ്പർട്ടി ഇവർ കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്, കാര്യമൊക്കെ ശരിയാണ്. ഈ ജിംഖാന ക്ലബ്ബിലാണ് നമ്മളുടെ ഖാൻ മാർക്കറ്റ് ഗ്യാങ്, ലട്യൻസ് ഗ്യാങ് ഒക്കെ ചേരുന്ന ഒരു താവളം. ഏറ്റവും സുരക്ഷിതമായ ഒരു താവളം ജിംഖാന ക്ലബ്ബാണ്. ഇത് കൂടാതെ ഡൽഹിയിൽ നിറച്ച് ക്ലബ്ബുകളാണ് ഇതുപോലെ. ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ, അത് ഇതുപോലത്തെ ഒരു എന്തോ വലിയ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാധനമാണെന്ന് പറയും. അവിടെ ഒരു ചുക്കുമില്ല. കുറേ കമ്മ്യൂണിസ്റ്റുകാർ കയറി താമസിക്കും, അർബൻ നക്സൽസ്, ഇവരൊക്കെയാണ് കൂടുതലും. കിളവന്മാരും അവരെ സഹായിക്കാനുള്ള ചെറുപ്പക്കാരും ഒക്കെ. പിന്നെ ഉള്ളത് പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ. പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ ഇതുപോലെ വലിയ പ്രസ്റ്റീജിയസ് ക്ലബ്ബാണ്. അവിടെ പെട്ടെന്നൊന്നും ഒരു പത്രപ്രവർത്തകന് മെമ്പർഷിപ്പ് കിട്ടില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം നടന്നു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന് വോട്ടിടാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് അവർ വിസ്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാൻഡും ഒക്കെ എഴുതിയിരുന്നു. അതെന്തോ 2-3 പേർക്ക് ഫ്രീ, അത് കഴിഞ്ഞാൽ പിന്നെ നിസ്സാരമായ കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്ത ടീമാണ്. അപ്പം ഞാനൊരിക്കൽ ഈ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ, നമ്മളൊരു സാധാരണ വഴിപോക്കനാണല്ലോ, ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞു ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകൻ, അതിനെന്താ മോഹൻദാസ് വാന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി. ഏകദേശം ഉച്ച നേരമാണ്. അപ്പോൾ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അവിടെ 2 റെസ്റ്റോറൻ്റുണ്ട്. ഒരെണ്ണം വെള്ളമൊക്കെ അടിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. 11 മണി മുതൽ അവിടെ കള്ളു കുടി തുടങ്ങും. ഞാൻ ഇപ്പുറത്ത് കള്ളു കുടിക്കാത്ത റെസ്റ്റോറൻറ്റ്, നമ്മളെപ്പോലെ പിച്ചക്കാർക്കുള്ള ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അവിടെ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കിട്ടും. അതുമൊക്കെ കഴിച്ചെങ്കിലും ഞാൻ ഈ ചില്ല് വാതിൽ തുറന്നിട്ട് അകത്തേക്കൊന്ന് നോക്കി. അപ്പോൾ വലിയ വലിയ മഹാന്മാരായ പത്രപ്രവർത്തകർ ഇരുന്ന് വെള്ളമടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. അവരുടെ ശാപ്പാട് തൊപ്പിയൊക്കെ വെച്ച ആൾക്കാർ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വയ്ക്കുന്നു. ഒരുപാട് ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ, വലിയ പ്ലേറ്റുകൾ, അതിനകത്തൊക്കെ എന്തൊക്കെയോ ദ്രവ്യങ്ങൾ, ഇതൊക്കെ വെച്ച് കഴിച്ച്. ഇവിടെയാണ് ഇവരുടെ ഗൂഢാലോചന. ഇന്ന് നമുക്ക് ആരെ വകവരുത്തണം, നരേന്ദ്രമോദിയെ എന്ത് പറഞ്ഞ് ഉപദ്രവിക്കണം, ഈ പ്ലാനിങ് ഒക്കെ നടക്കുന്നത് ഈ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിലാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ 5, 10, 15 ഏക്കറൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ
അതിനെല്ലാം പുൽത്തകിടി, പൂന്തോട്ടം ഇതൊക്കെയുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഡൽഹിയിൽ ഇത്തരക്കാരുടെ അഡ്ഡകൾ ഒരുപാടുണ്ട്. അതിലൊരെണ്ണത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ കയറി തൊട്ടിരിക്കുന്നത്. തൊട്ട പാടെ വൻ ബഹളമായി. ബഹളം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണല്ലോ. രാഹുൽ ഗാന്ധി ഈ ക്ലബിലെ മെമ്പറാണ്, അറിയാമോ? മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ പ്രയാസമാണ്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. നമ്മുടെ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായിരുന്ന ആൾ, അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കിട്ടിയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? APJ അബ്ദുൽ കലാമിന് മെമ്പർഷിപ്പ് കൊടുത്തില്ല അവർ. അതേസമയം സ്മൃതി ഇറാനിക്ക് മെമ്പർഷിപ്പുണ്ട്, നമ്മുടെ കിരൺ ബേദിക്ക് മെമ്പർഷിപ്പുണ്ട്. അപ്പോൾ കിരൺ ബേദി ഇന്നിപ്പോൾ ഈ ടേക്ക് ഓവറിനെതിരെ രംഗത്ത് വന്നു. അവർ BJPയുമായിട്ട് അടുത്ത ആളായതുകൊണ്ടായിരിക്കാം അല്പം സോഫ്റ്റായിട്ടാണ്, പക്ഷേ അവരെതിർത്തിട്ടുണ്ട്. മറ്റേ സ്മൃതി ഇറാനി മിണ്ടിയിട്ടില്ല, അവർക്ക് മിണ്ടാനും പറ്റില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ക്ലബിൻ്റെ ഭരണസമിതിയിലേക്ക് മെല്ലെ BJPയിലെ അവർക്കും ഉണ്ടല്ലോ ഇതുപോലത്തെ എലീറ്റിസ്റ്റ് പട്ടാളക്കാർ, ബ്യൂറോക്രാറ്റ്സ്, റിട്ടയർ ആയവരൊക്കെ കട്ടയന്മാർ BJPയുടെ കസ്റ്റഡിയിലുമുണ്ട്. അവർ മെല്ലെ കടന്നു കയറിയിട്ട് ഇപ്പോൾ ഭരണസമിതി അവരുടെ കയ്യിലാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ എവിക്ഷൻ നോട്ടീസ് ചലഞ്ച് ചെയ്യാൻ കമ്മിറ്റി തയ്യാറായില്ല. അപ്പോൾ അവരൊരു വിജയ് ഖുറാന അങ്ങനെ ഒരു മെമ്പറെ വെച്ചിട്ട് ബാക്കി 100-500 മെമ്പർമാർ ഒപ്പിട്ട് ധൃതി പിടിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ പോയി. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെ അവർ കേസ് ഫയൽ ചെയ്തു. സ്യൂട്ടാണ്, സിവിൽ സ്യൂട്ടാണ്. സാധാരണ ഒരു ഹൈക്കോടതിയിൽ സിവിൽ സ്യൂട്ട് നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 12 വർഷമെങ്കിലും കഴിയാതെ ഹൈക്കോടതി അതിൽ തൊടുകില്ല. മിനിമം 12 വർഷം, ചിലർക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ 8 വർഷം, ഏതായാലും 8-നും 12-നും ഇടയ്ക്ക് ഇതാണ്. പക്ഷേ അഭിഷേക് മനു സിംഗ്വി ഹാജരായിട്ട് ഇത് നാളെ തന്നെ, എന്ന് വെച്ചാൽ ഇന്ന് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു. ഹൈക്കോടതി സമ്മതിക്കും. ഞാനോ നിങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നടക്കുന്ന കേസല്ല ഇതൊന്നും. പക്ഷേ അഭിഷേക് മനു സിംഗ്വിയാണ് വക്കീൽ. ഈ ക്ലബിനെ ചൊല്ലി ഒരുപാട് പരാതികൾ കഴിഞ്ഞ 3-4 വർഷമായിട്ടുണ്ട്. ഇവരുടെ ആനുവൽ ഓഡിറ്റ് നേരെ ചൊവ്വേ നടക്കുന്നില്ല. ഇതൊരു കമ്പനിയായിട്ട്, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ 93 ലക്ഷം ആണ് ഇവർ സർപ്ലസ് ഇവരുടെ കയ്യിൽ ഫണ്ട് കാണിച്ചത്. ഈ വർഷം അത് 120 കോടിയാണ്. ഒറ്റച്ചാട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പലവിധ മാജിക്കുകളുണ്ട്. 20 കോടി രൂപ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്നു. കണക്കൊന്നും ശരിയൊന്നുമല്ല. മാത്രമല്ല ഓഡിറ്റ് റിപ്പോർട്ടിൽ വിചിത്രമായ ഒരു ലൈനും കൂടെയുണ്ട്. ഈ ക്ലബ്ബ് സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനുള്ള വക്കീൽ ചെലവിൻ്റെ പണവും ഈ ക്ലബ്ബിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഓഡിറ്റർ ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യം എന്താ? എന്തു വാങ്ങിക്കോട്ടെ, അങ്ങനെ എഴുതി. അപ്പോൾ ഇത് ടേക്ക് ഓവർ ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏറ്റെടുക്കാൻ ഈ നമ്മുടെ വാടക എഴുതുന്ന കാലത്ത് തന്നെ, പാട്ടത്തിന് കൊടുക്കുന്ന കാലത്ത് തന്നെ അതിൽ ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് വെച്ചിട്ട് സർക്കാരിന് ഇത് തിരിച്ചെടുക്കാം. അങ്ങനെ എടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ വാദിച്ചിരിക്കുന്നത് സർക്കാർ ഇതിൽ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല, ഇത് ഹൈലി മിസ്ചിഫസ് ടേക്ക് ഓവറാണ്. എന്ത് ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അത് ഞങ്ങൾക്ക് അറിയണം എന്താണ് ഡിഫൻസ് എന്ന്. ഈ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എനിക്കറിയണം എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സാധനമല്ലല്ലോ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വാസ്തവത്തിൽ ഇത് രാജീവ് ഗാന്ധി ഒരിക്കലും ഏറ്റെടുക്കാൻ നോക്കിയതാണ്. രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി, അവർ സഫ്ദർജംഗ് റോഡിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അവർ വെടികൊണ്ട് മരിച്ചത്. അന്ന് തന്നെ അതിന് തൊട്ടടുത്ത് ഇത്ര വിശാലമായ പ്ലെയിൻ ഗ്രൗണ്ടൊക്കെയുള്ള ഒരു കോമ്പൗണ്ട് ശരിയല്ല, അതൊരു സുരക്ഷാ ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഏറ്റെടുക്കാൻ നോക്കി. പക്ഷേ ഈ കബാൽ, ഈ കൂട്ടുകെട്ട് അതിന് സമ്മതിച്ചില്ല.
അപ്പോൾ ഇതിപ്പോൾ ഫലത്തിൽ നരേന്ദ്രമോദിയുടെ വീടിൻ്റെയും അടുത്താണ്, പ്രധാനമന്ത്രിയുടെ വീടിനടുത്ത്. പ്രധാനമന്ത്രി 7 ലോക് കല്യാൺ മാർഗാണ് ഇത്. നമ്പർ 2 സഫ്ദർജംഗ് റോഡാണ്. ഇതൊക്കെ അടുത്തടുത്തുള്ള റോഡുകളാണ്. അപ്പോൾ വളരെ അടുത്ത് ആണ് ഈ കോമ്പൗണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വയ്ക്കാനായിട്ട് ഏത് സ്ഥലം വേണമെങ്കിലും എങ്ങനെയും ഏറ്റെടുക്കാം. ഇപ്പോൾ സർക്കാരിൻ്റെ അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുള്ള ഒരു വസ്തുവാണെന്ന് വെച്ചോ, ജില്ലാ കളക്ടർക്ക് ഒരു നോട്ടിഫിക്കേഷൻ അടിച്ച് നിങ്ങളുടെ വസ്തു എടുക്കാം ഡിഫൻസ് ആവശ്യത്തിന്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നഷ്ടപരിഹാരം കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഭൂമിയാണ്, അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇവർ കൊടുക്കുന്നത് മാസം 1000 രൂപ, അതായത് വർഷം 12,000 രൂപയാണ് സർക്കാരിലേക്ക് കൊടുക്കുന്നത്. അത് തന്നെ കൊടുക്കാതെയായിട്ട് അത് കൂടി ഇപ്പോൾ ഏതാണ്ട് 240 കോടി രൂപയും മറ്റോ സർക്കാരിലേക്ക് കൊടുക്കാനുണ്ട്. വർഷം ഇത്രയായില്ലേ, കാശൊന്നും കൊടുക്കുന്നില്ല, വെള്ളമടി മാത്രം നടക്കുന്നുണ്ട് ഭംഗിയായിട്ട്. എൻ്റെ ദൈവമേ. അതുകൂടാതെ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയും. അപ്പോൾ നരേന്ദ്രമോദി നോക്കിയപ്പോൾ ഈ പാറ്റകളൊക്കെ ഇറങ്ങി വരുന്ന ഗട്ടർ, അത് പ്രധാനപ്പെട്ടത് ജിംഖാന ക്ലബ്ബാണ്. ഇനി ബാക്കി ക്ലബ്ബും ഒക്കെ പുള്ളി പിടിക്കും, തിരിച്ചു പിടിക്കും. ഇവർക്കിപ്പോൾ ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലൈറ്റ് ക്ലബിലേക്ക് ഈ ഈശാപോശ ആൾക്കാരെയൊക്കെ കയറ്റാൻ കൊള്ളുക, അതൊന്നും പറ്റില്ല. അത് ഞങ്ങളുടെ പ്രൈവറ്റ് ക്ലബ്ബാണ്, അവിടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. നിങ്ങളൊന്ന് നോക്കിയ തിരുവനന്തപുരത്ത് ഗോൾഫ് ക്ലബ്ബിലോ അല്ലെങ്കിൽ ശ്രീമൂലം ക്ലബ്ബിലോ അല്ലെങ്കിൽ എറണാകുളത്ത് രാമവർമ്മ ക്ലബ്ബിലോ ഒക്കെ ഒരു മെമ്പർഷിപ്പ് സംഘടിപ്പിക്കാൻ നോക്കിയ വിവരം അറിയും. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. അതൊക്കെ പ്രത്യേക സമൂഹത്തിലെ ഉന്നത കുലജാതന്മാർക്കുള്ളതാണ്. എന്തും ആയിക്കോട്ടെ, നമ്മൾ ഇതിൻ്റെ ഒന്നും വേലിക്കകത്ത് ഇപ്പോൾ കയറാൻ നോക്കാത്തത് കൊണ്ട് നമുക്കിത് വേണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സർക്കാരിൻ്റെ സ്ഥലത്ത് അത് ലീസ് എമൗണ്ട് പോലും കൊടുക്കാതെ ഇങ്ങനെ വെച്ച് വഴിക്കുക, അവിടെ സർക്കാരിനെതിരെ തന്നെ ഗൂഢാലോചന നടക്കുക, ഇതെത്ര കാലം അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ട് നോക്കിക്കോ, ഇനി ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ, പിന്നെ മറ്റേ ക്ലബ്ബുണ്ടല്ലോ, പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ, അങ്ങനെ പലവിധ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങ് സർക്കാർ ചെലവിൽ സർക്കാരിനെതിരെ പാരപണിയാനുള്ള NGOകൾ, ഇവരൊക്കെ ഇവിടെയെല്ലാം വാണ് കുളിച്ചുകൊണ്ട് താമസിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനെയായിട്ട് ഇറക്കി വിടേണ്ട സമയമായി. വർഷം 12 മോദി വന്നിട്ട്, എന്നിട്ട് ഇവന്മാരെ ഒന്നും തൊടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പുള്ളിമെല്ലെ ഓരോന്നായിട്ട് തൊടാൻ തുടങ്ങിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വൻമരത്തെ ആദ്യം അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അവർ ഈ കേസിന് പോകാനുള്ള പൈസയൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അഭിഷേക് മനു സിംഗ്വിയുണ്ട്. മിക്കവാറും ഇന്ന് കോടതിയിൽ കപിൽ സിബലും ഹാജരാകും കേട്ടോ. വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു മെമ്പർക്ക് വേണ്ടിയിട്ട് ഹാജരാകാമല്ലോ. അപ്പോൾ കപിൽ സിബലും ഉണ്ടാകും. ഒരു വറപൊരി ബഹളമൊക്കെ നടക്കും. ഡൽഹി ഹൈക്കോടതി ന്യായമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഒരു വകുപ്പുണ്ട്. സാധാരണ ഒരു സിവിൽ സ്യൂട്ടിൽ ഇഞ്ചങ്ഷൻ കൊടുക്കുന്നത്, തൽസ്ഥിതി നിലനിർത്താൻ ഇഞ്ചങ്ഷൻ കൊടുക്കുന്നത് 2-3 കാര്യങ്ങൾ നോക്കുമ്പോഴാണ്. പ്രധാനമായിട്ട് ഇതിലൊരു കേസുണ്ടോ, പ്രൈമ ഫേസി ഒരു കേസുണ്ടോ. നമ്പർ 2, ഏതെങ്കിലും പാർട്ടിക്ക് ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാകുമോ. ഇപ്പോൾ ഈ ക്ലബിൻ്റെ കാര്യത്തിൽ ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാകും എന്നവർ വാദിക്കും. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല, ഞങ്ങളെവിടെ പോകും, ഞങ്ങൾക്ക് വേറെ ക്ലബില്ല, ഇവിടെ 10-500 തൊഴിലാളികളുണ്ട്, അവരെന്ത് ചെയ്യും, അവർക്ക് വേറെ വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ ഇതൊക്കെ ഇറിപ്പയറബിൾ ദാമേജ് അല്ലേ, ആണെന്ന് കോടതിക്ക് സമ്മതിക്കേണ്ടി വരും. കോടതിയും ഒരല്പം ഇൻക്ലൈൻഡ് ആയിരിക്കും, കാരണം വലിയ മാന്യന്മാരാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ദരിദ്രവാസികളൊന്നും അല്ല. പിന്നെ ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നൊരു മാനദണ്ഡം കൂടെയുണ്ട്. ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിയിൽ കൺവീനിയൻറ്റ് എന്താണ്, ഇൻകൺവീനിയൻസ് ഇല്ലാതെ ഇത് തീർക്കാൻ പറ്റിയ മാർഗം എന്താണ്, അതാണ് ബാലൻസ് ഓഫ് കൺവീനിയൻസ്. അപ്പോൾ ഈ 3ഉം ജിംഖാന ക്ലബിന് അനുകൂലമാണ്. അതുകൊണ്ട് തൽക്കാലം ഇത് ഇഞ്ചക്ഷൻ കൊടുക്കാം എന്ന് കോടതി തീരുമാനിക്കാം.
അങ്ങനെയാണ് സാധാരണ ഒരു തീരുമാനം വരുന്നത്. പക്ഷേ ഈ കേസിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജൂൺ 5 മുമ്പാണ് ഒഴിയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഇറിപ്പയറബിൾ ഡാമേജ് ഒന്നും നിങ്ങൾക്ക് ഇമ്മിനൻ്റ് ഡാമേജ് ഇല്ല, സമയമുണ്ട്. അതുകൊണ്ട് സ്റ്റേ ഓർഡറിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് വാദം തന്നെ കേൾക്കാം എന്ന് പറയും. ഇന്നിപ്പോൾ നമ്മുടെ തുഷാർ മേത്തയും ഹാജരാകും. കാരണം മോദി രണ്ടും കൽപ്പിച്ചാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. അവർക്കിത് അറിയാമല്ലോ, ഇത് ചെന്ന് കഴിഞ്ഞാൽ നേരെ ഇവൻ ഡൽഹി ഹൈക്കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ വരില്ല. കാരണം സുപ്രീം കോടതിയിൽ വന്നാൽ താൻ ആദ്യം ഹൈക്കോടതിയിൽ പോകും എന്ന് പറയും. അതുകൊണ്ട് ഇവരാദ്യം ഹൈക്കോടതിയിൽ വരും. ഹൈക്കോടതിയിൽ എടുക്കേണ്ട കണ്ടൻഷൻ എന്തൊക്കെയാണെന്നൊക്കെ നേരത്തെ തീരുമാനിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് ഏത് വക്കീൽ ഏത് ഡേറ്റിന് എന്ത് വാദിക്കും എന്നെല്ലാം ഉറപ്പിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കോടതിയിൽ നിന്ന് ഇത് കടത്തിയെടുക്കണമല്ലോ. അതുകൊണ്ട് കോടതിയിൽ വലിയ വാദം നടക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരുമ്പോഴത്തേക്ക് ഡൽഹി ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തെന്ന് വരും. അതല്ലെങ്കിൽ ഡേ ടു ഡേ വാദം കേൾക്കാനായിട്ട് ഇവർ ഇൻസിസ്റ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഏതായാലും ഒരു കാര്യം, പാറ്റയുടെ പുറകെ പോകാതെ പാറ്റയ്ക്ക് കാരണഭൂതനായ പെരിച്ചാഴിയെ തേടിയല്ല പെരിച്ചാഴിയെ പുകച്ച് പുറത്ത് ചാടിക്കാനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നു. താങ്ക് യു.